بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ മുസ്ലിം സഹോദരികളെ സഹോദരങ്ങൾ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും നമ്മളിലേവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്ന ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ഈ ഒത്തുകൂടൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു വലിയ സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. മാനവ സമൂഹത്തിന്റെ വഴികാട്ടിയായി മാർഗദർശനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അമ്പിയാക്കന്മാരുടെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യരായ നമ്മൾ സ്വീകരിക്കേണ്ട ചില നിലപാടുകൾ, അത് നേർക്ക് നേരെ മനുഷ്യരെ അല്ലെങ്കിൽ സത്യവിശ്വാസികളെ, എന്റെ അടിമകളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് നേർക്ക് നേരെ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഉപമകളിലൂടെ, ഉദാഹരണങ്ങളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചരിത്രങ്ങളിലൂടെ ചില ചരിത്രങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തി, ചരിത്രങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു സത്യവിശ്വാസിയുടെ നിലപാടുകൾ എന്തായിരിക്കണം, അവന്റെ സംസ്കാരം എന്തായിരിക്കണം എന്ന് കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഈ ലോകത്തേക്ക് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ട്. അതിൽ 25 നബിമാരുടെ പേരുകളാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പരാമർശിച്ചിട്ടുള്ളത്. അതിൽ വളരെ പരിമിതമായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളാണ് വിശദമായി റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുള്ളത്. ചില കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്താനാണ്, നമ്മെ പഠിപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെ ഖുർആനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അവർ എല്ലാ പ്രവാചകന്മാരും പ്രഥമവും പ്രധാനവുമായി കൊണ്ട് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ജനങ്ങൾ ക്ഷണിച്ചത് ഏകദൈവാരാധനയിലേക്കായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താനാണ്. സൂറത്ത് നഹലിന്റെ 36-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല, എല്ലാ സമൂഹങ്ങളിലേക്കും എല്ലാ സമുദായങ്ങളിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം, അല്ലെങ്കിൽ എന്തായിരുന്നു ആ പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ കൽപ്പന? അനിഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. വജ്തനിബു ത്വാഗൂത്ത്, അല്ലാഹുവല്ലാത്ത ആരാധ്യന്മാരെ നിങ്ങൾ കൈപിടിയണം എന്ന സന്ദേശം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാനാണ് എല്ലാ സമുദായങ്ങളിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ പറഞ്ഞയച്ചത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു മാ കുൻതു അന വന്നബിയ്യുന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും പ്രഥമവും പ്രധാനവുമായി കൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ച ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമാണ്. എന്തുകൊണ്ടാണ് പ്രവാചകന്മാർ ഈ സുന്ദരമായ ആശയത്തിലേക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ മഹാഭൂരിഭാഗം സമയവും ഈ ആശയ പ്രചരണത്തിനു വേണ്ടി പ്രവാചകന്മാർ നീക്കിവെക്കാനുള്ള കാരണം എന്താണ്? ഒരു മനുഷ്യൻ ഈ നിലപാടുമായി, ഈ ആദർശം മുറുകെ പിടിച്ചുകൊണ്ടാണ് അന്ധവിശ്വാസം വലിക്കുന്നത് എങ്കിൽ ആ മനുഷ്യന് പോകാനുള്ള ഇടം സ്വർഗ്ഗലോകമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മൻ ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ഒരു മനുഷ്യന്റെ അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ ആ മനുഷ്യന് പോകാനുള്ളത് സ്വർഗ്ഗലോകത്തേക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ആദർശം സ്വീകരിക്കാത്ത ആളുകൾ ശിർക്കൻ വിശ്വാസാചാരങ്ങളുമായി അവർ മരണപ്പെട്ടു പോയാൽ അവന്റെ അവസ്ഥ എന്ത് എന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത് ഖുർആൻ പറയുന്നു, ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ്, തീർച്ചയായും ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതെങ്കിൽ
ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്തെ നിശ്ചിതമാക്കിയിട്ടുണ്ട്. അവന്റെ സങ്കേതം നരകമാണ്. ശിർക്ക് ഒരാളിൽ സംഭവിച്ചാൽ, ശിർക്കോട് കൂടി ഒരാൾ മരണപ്പെട്ടാൽ, തൗബ ചെയ്ത് തിന്മയിൽ നിന്നും പൂർണ്ണമായും മാറി നിന്നുകൊണ്ട് തൗബ ചെയ്ത് വിശുദ്ധമാവാതെയാണ് ഒരു മനുഷ്യൻ ആരുടെ മണ്ണിലേക്ക് യാത്രയാകുന്നതെങ്കിൽ അവർ സ്വർഗ്ഗലോകത്തെ അള്ളാഹു നിഷിദ്ധമാക്കുകയും അവന്റെ സങ്കേതം നരകമായിരിക്കുമെന്നും ഖുർആൻ താക്കീത് നൽകുകയാണ്. ഇനി ശിർക്കല്ലാത്ത മറ്റേതു പാപവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുത്തേക്കാം. എന്നാൽ ശിർക്കോട് കൂടിയാണ് ഒരാൾ മരണപ്പെട്ടതെങ്കിൽ അവരൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല എന്ന്. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, തീർച്ചയായും അല്ലാഹു അവരിൽ പങ്കു ചേർക്കുന്നതിനെ ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ശിർക്കല്ലാത്ത വേറെ ഏത് പാപവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുത്തേക്കാം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ ഈ വിഷയം തൗഹീദി പ്രബോധനം ഏറ്റവും ശക്തമാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. മാത്രമല്ല, ഒരാളുടെ ജീവിതത്തിൽ ശിർക്ക് വന്നു പോയാൽ ആ മനുഷ്യൻ ഒട്ടനവധി നന്മകൾ ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് ആരാധനകളും സൽക്കർമ്മങ്ങളും ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ടാകും. ആ സൽക്കർമ്മങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോകുമെന്നാണ്. ഖുർആനിൽ 25 നബിമാരുടെ പേരുകളാണ് പരാമർശിച്ചതെങ്കിൽ ഒരിടത്ത് 17 നബിമാരുടെ പേരുകൾ അടുപ്പിച്ചടുപ്പിച്ച് ഒരുമിച്ച് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലൗ അശ്റകൂ, ഈ പറയപ്പെട്ട പ്രവാചകന്മാരാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിലും ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം പാഴായിപ്പോകും. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകനാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദൈവമായ ലോകത്ത് സ്വർഗ്ഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്നവൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകനോട് അല്ലാഹു നൽകിയ ബാധ്യത, ലൈൻ അശ്റക, പ്രവാചകനെ താങ്കളെല്ലാം ശിർക്ക് ചെയ്തു പോയാൽ ലയഹ്തഖന്ന അമലു, താങ്കളുടെ അമലുകളെല്ലാം ബാത്തിലായി പോകും, നിഷ്ഫലമായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, പരലോകത്തെ നഷ്ടക്കാരിൽ താങ്കൾ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് പ്രവാചകന്മാർ ഏറ്റവും ഗൗരവത്തോടെ തൗഹീദിലേക്ക് ആളുകൾ ചടിക്കാനും ശിർക്കിനെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ, ജീവൻ പണയപ്പെടുത്തി പോരാടാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ പ്രവാചകന്മാരുടെ ചരിത്രം ഉദ്ധരിക്കുക വഴി റബ്ബിന് മാത്രമാണ് ഇബാദത്തുകൾ അർപ്പിക്കേണ്ടത് എന്ന ഒരു സന്ദേശമാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. രണ്ടാമത്, പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ശക്തമായ പരീക്ഷണങ്ങളെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ പരീക്ഷണ ഘട്ടങ്ങളിൽ അവർ സുന്ദരമായി ക്ഷമിക്കുകയാണ് എന്നാണ് അള്ളാഹു അവരുടെ ചരിത്രങ്ങൾ ഉദ്ധരിക്കുക വഴി നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അതിസമ്പന്നനായിരുന്നു, നല്ല ആരോഗ്യവാനായിരുന്നു. ആ പ്രവാചകൻ അള്ളാഹു മാരകമായ രോഗം നൽകി. ദിവസങ്ങളിലല്ല, ആഴ്ചകളല്ല, വർഷങ്ങളോളം മാരകമായ രോഗം നൽകി ആ പ്രവാചകൻ രോഗശ്രീയിൽ കിടപ്പിലായി. അതിസമ്പന്നനായിരുന്നു അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. എന്നാൽ അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിലേക്ക് മാറ്റപ്പെട്ടു ആ പ്രവാചകൻ. 2 ശക്തമായ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രവാചകനാണ് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന് ഒരുപാട് സ്വന്തക്കാരുണ്ടായിരുന്നു, കുടുംബക്കാരുണ്ടായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു, അനുയായികളുണ്ടായിരുന്നു. എന്നാൽ മാരകമായ രോഗം ബാധിച്ച് സമ്പന്നതയുടെ ദാരിദ്ര്യത്തിലേക്ക് മാറ്റപ്പെട്ടപ്പോ ആ പ്രവാചകനിൽ നിന്ന് കുടുംബാംഗങ്ങൾ അകലാൻ തുടങ്ങി. സ്വന്തം മക്കൾക്ക് ഒരു വാർത്തയെ ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ സഹായം സ്വീകരിച്ചിരുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ടായിരുന്നു. അവരെല്ലാവരും ഈ സഹായം കിട്ടാതെയായപ്പോ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയെ മറന്നു. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയെ തിരിഞ്ഞു നോക്കാതെയായി. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഇണ മാത്രമാണ് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെയുള്ളത്. ആ സമയത്ത് മാരകമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട പ്രവാചകൻ ആ രോഗശയിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. 21-ാം അധ്യായം സൂറത്തുൽ അംബിയാഇന്റെ 83-ാമത്തെ ആയത്തിൽ ആ പ്രവാചകൻ നടത്തിയ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ രക്ഷിതാവിനോട് തന്റെ നാമങ്ങൾ ദുആ ചെയ്യുകയാണ്. നീ കരുണ കാണിക്കുന്നവരെ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവരല്ലയോ.
സുന്ദരമായി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷണിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന് പരിപൂർണമായ ശിക്ഷ നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന് സുന്ദരനായി നൽകുകയാണ്. മക്കളെ പ്രദാനം ചെയ്യുകയാണ്. അല്ലാഹു വീണ്ടും സുന്ദരനായി മാറ്റുകയാണ്. ഖുർആൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ഉദ്ധരിക്കുന്ന വഴി എന്തു പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും അത് സാമ്പത്തികമായ തകർച്ചയാകട്ടെ, അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളാകട്ടെ, മാരകമായ രോഗങ്ങളാകട്ടെ, എന്തു നേരിടേണ്ടി വന്നാലും സുന്ദരമായി ചിരിക്കുകയും അള്ളാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം പറയുകയും റബ്ബിനോട് ആ പ്രയാസം നീങ്ങി കിട്ടാൻ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടത് എന്ന് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ഉദ്ധരിക്കുക വഴി റബ്ബ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇനി നോക്കൂ, നിങ്ങൾ മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തൊരു ക്ഷമയാണ് ആ പ്രവാചകൻ കാണിച്ചത്. നൂറ്റാണ്ടുകളോളം തന്റെ ജനതക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു. നൂറ്റാണ്ടുകളോളം ആ ജനതക്ക് ശിർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അതിന്റെ അപകടങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. എത്ര കാലമാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോടൊപ്പം കഴിച്ചു കൂട്ടിയത് ഖുർആൻ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജനതക്ക് തൗഹീദ് പറഞ്ഞിട്ടുള്ളത്, ശിർക്കിനെ വിശദീകരിച്ചു കൊടുക്കുന്നത് എത്രത്തോളം ഖുർആൻ പഠിപ്പിക്കുകയാണ്. പക്ഷെ അത്രയും കാലം 950 കൊല്ലം ആ പ്രവാചകൻ പ്രബോധനം ചെയ്തിട്ടും ആ പ്രവാചകൻ പരിഹാസമാണ് സമൂഹത്തിൽ നിന്നും കേൾക്കേണ്ടി വന്നത്. സ്വന്തം വീടുകളിൽ നിന്ന് പോലും പരിഹാസം നേരിടേണ്ടി വന്നു. ഭാര്യ പരിഹസിക്കുന്നു, മകൻ പരിഹസിക്കുന്നു, കളിയാക്കുന്നു, പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. എങ്കിലും നിരന്തരമായി പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യരോട് പ്രതീക്ഷയോടെ ആ പ്രവാചകൻ രാവും പകലും വ്യത്യാസമില്ലാതെ തന്റെ ഭൗതികമായ സന്തോഷങ്ങളെയും സുഖങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ആ ജനതയെ വിജയം ആഗ്രഹിച്ചുകൊണ്ട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് നടത്തുകയാണ്. നമ്മളും ആ രൂപത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ദഅവ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആളുകൾക്കൊന്നും ഇതിനോട് താല്പര്യമില്ല. ആർക്കും വേണമെങ്കിൽ എന്തിനാണ് എനിക്ക് എന്ന നിലപാട് പല ആളുകളും സ്വീകരിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മടുത്ത് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല ദഅവ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, പ്രബോധന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് റബ്ബ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മളൊക്കെ 60-നും 70-നും ഇടയിലുള്ള ഒരു സമയമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചത്. നമ്മളൊക്കെ ദീനി രംഗത്തേക്ക് കടന്നു വന്നത് എത്രാമത്തെ വയസ്സിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു 15-20 വയസ്സ് പ്രായമാകുമ്പോഴാണ് ചെറിയ രൂപത്തിലൊക്കെ ദഅവ രംഗത്തേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരുന്നത്. പിന്നീട് എത്ര കാലമാണ് മരണത്തിന് മുമ്പ്, അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് എത്ര കാലമാണ് നമുക്ക് ദഅവ രംഗത്ത് നിറഞ്ഞു നിൽക്കാൻ കഴിയുക? വളരെ കുറഞ്ഞ വർഷങ്ങൾ മാത്രമാണ് നമുക്ക് അത്തരത്തിലുള്ള സേവനങ്ങൾ ദീനിന്റെ മാർഗത്തിൽ നിർവഹിക്കാൻ കഴിയുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷം രാവും പകലും വ്യത്യാസമില്ലാതെയാണ് നിരന്തരമായി പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ജനതയ്ക്കിടയിൽ ദഅവ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രബോധന മേഖലയിൽ യാതൊരു തളർച്ചയും ഉണ്ടാകാൻ പാടില്ല, യാതൊരു മടുപ്പും ഉണ്ടാകാൻ പാടില്ല. നിരന്തരമായ ശക്തമായ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ പ്രബോധിത സമൂഹത്തിൽ നിന്നുള്ള മോശമായ പ്രതികരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മാരകമായ രൂപത്തിലുള്ള പരീക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നൽകിക്കൊണ്ടുള്ള പരീക്ഷണങ്ങളായിരിക്കാം, ഉറ്റവരുടെയും ഉടയവരുടെയും വേർപാടുകൊണ്ടുള്ള പരീക്ഷണങ്ങളായിരിക്കാം. ഏത് പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നാലും സുന്ദരമായി ക്ഷമിക്കണം എന്ന പാഠമാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഉദ്ധരിക്കുക വഴി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ പ്രവാചകന്മാർ ഗുണകാംക്ഷയുള്ളവരായിരുന്നു, സത്യസന്ധരും വിശ്വസ്തരമായിരുന്നു എന്ന് ഖുർആനിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. മഹാനായ പ്രവാചകൻ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരോട് പറയുകയാണ്, ഞാൻ എന്റെ റബ്ബിന്റെ സന്ദേശങ്ങളാണ് നിങ്ങളിലേക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകന്മാരെല്ലാവരും അമീനുകളായിരുന്നു, വിശ്വസ്തന്മാരായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനങ്ങൾ വിളിച്ചിരുന്നത് അൽ അമീൻ എന്നാണ്.
വാപ്പയും ഉമ്മയും ഇട്ട പേര് മുഹമ്മദ് എന്നാണെങ്കിൽ, അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഇട്ട പേര്, ഉത്തരവാദപ്പെട്ട ആളുകൾ ഇട്ട പേര് മുഹമ്മദ് എന്നാണെങ്കിലും ആ പ്രവാചകരെ ജനങ്ങൾ മുഹമ്മദ് എന്നല്ല കൂടുതലായി വിളിച്ചിരുന്നത്, അൽ അമീൻ എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനങ്ങൾ വിളിച്ചിരുന്നത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കൾ പോലും തങ്ങളുടെ സമ്പാദ്യം സൂക്ഷിക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് ഏൽപ്പിച്ചിരുന്നത് എന്ന ചരിത്രം പരിശോധിച്ചാൽ, ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ആരെങ്കിലും വീട് വിട്ടു പോകുമ്പോ, വലിയ ദീർഘയാത്രകൾ നടത്തുമ്പോ അവരുടെ വീടുകളിലുള്ള വില പിടിപ്പുള്ള വസ്തുക്കൾ വിശ്വസ്തരായ ചില ആളുകളുടെ കരകളിൽ ഏൽപ്പിക്കാറുണ്ടായിരുന്നു. ശത്രുക്കളായ ബഹുദൈവാരാധകരായ ആളുകൾ പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലാണ് അവരുടെ സ്വത്തുക്കൾ ഏൽപ്പിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന നേരം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഹിജ്റ പോകാനുള്ള ആഗ്രഹം അലി റളിയല്ലാഹു അൻഹു പ്രകടിപ്പിക്കുന്നത്, പ്രവാചകരെ അങ്ങയോടൊപ്പം ഞാനും ഹിജ്റ പോരട്ടെയോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലി, എന്റെ കയ്യിൽ ഒരുപാട് ആളുകൾ അവരുടെ സ്വത്തുക്കൾ എന്നെ വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് തിരിച്ചാളുകൾക്ക് നൽകേണ്ട ചുമതല നിനക്കാണ്. അത് തിരിച്ച് അവരുടെ കൈകളിലേക്ക് നിർബന്ധമായി എത്തേണ്ടതുണ്ട്. എന്നാൽ പ്രവാചകന്റെ വീട് ഉപേക്ഷിച്ചുകൊണ്ടാണ് അല്ലാഹു പോകുന്നത്. തനിക്കായി സ്വന്തമായി എന്തെല്ലാം മക്കയുടെ മണ്ണിലുണ്ടോ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഉടുത്ത വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു നാട്ടിലേക്ക് പാലായനം ചെയ്യുമ്പോൾ പ്രവാചകന്റെ സ്വത്തിനേക്കാൾ, പ്രവാചകന്റെ ഭവനത്തേക്കാൾ പ്രവാചകൻ വില കൽപ്പിച്ചത് മറ്റുള്ള ആളുകൾ പ്രവാചകന്റെ കയ്യിൽ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്തിനെയാണ് പ്രവാചകൻ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കണ്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മളും അത്തരത്തിലുള്ള അൽ അമീനുകളായി മാറേണ്ടവരാണ്. വിശ്വാസികളായ ആളുകളെ കുറിച്ച്, സ്വർഗ്ഗാവകാശികളായ ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആരാണ് അവർ? വല്ലദീന ഹും ബിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. അവർ തങ്ങളുടെ അമാനത്തുകളിൽ കൃത്യമായി പൂർത്തിയാക്കുന്നവരാണ്. ആരെങ്കിലും ഒരു അമാനത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി പാലിക്കുന്നവരാണ് മുഅ്മിനീങ്ങളെന്നാണ്. അമ്പിയാക്കന്മാർ അത്രത്തോളം അൽ അമീനുകളായിരുന്നു എന്നാണ് ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള അൽ അമീനുകളായി മാറാൻ പ്രിയപ്പെട്ടവരെ നമുക്കും സാധിക്കേണ്ടതുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ അമ്പിയാക്കന്മാരായ ആളുകൾ അങ്ങേയറ്റത്തെ മാപ്പ് നൽകുന്നവരും വിട്ടുവീഴ്ച കാണിക്കുന്നവരുമായിരുന്നു. മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിക്കേണ്ടതല്ല, നമുക്കറിയാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ ചേർന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒഴിഞ്ഞൊരു പ്രദേശത്ത് കൊണ്ടുപോയി ഒരു കൊട്ടക്കരത്തിൽ തള്ളുകയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇനി ഒരിക്കലും അവരുടെ വീടുകളിലേക്ക് തിരിച്ചു വരരുത് എന്നാണ് ആ സഹോദരങ്ങൾ ആഗ്രഹിച്ചത്. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുന്നുണ്ട്. ഒരു കച്ചവട സംഘം അതിലൂടെ കടന്നു പോകുകയും ആ കിടക്കിൽ നിന്ന് ഒരു കുഞ്ഞിനെ കാണുകയും ആ കുഞ്ഞിനെ കയക്ക് കൊണ്ടുവരികയും അങ്ങനെ ഈജിപ്തിന്റെ തെരുവിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുകയും ചെയ്യുകയാണ്. അവിടുത്തെ ഒരു ഭരണാധികാരിയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വില കൊടുത്തു വാങ്ങുന്നത്. മക്കളില്ലാതെ വിഷമിക്കുന്ന അവർ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ ആ കച്ചവട സംഘത്തിൽ നിന്നും പണം നൽകി ആ കുഞ്ഞിനെ സ്വീകരിക്കുകയാണ്. രാജകൊട്ടാരത്തിൽ വളർന്ന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് ആ കൊട്ടാരത്തിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി മാറുകയാണ്. പിന്നീടാണ് അവിടേക്ക് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും രക്ഷിതാക്കളും കടന്നു വരുന്നത്. ആ നാട്ടിൽ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ട സമയത്ത് രാജകൊട്ടാരത്തിൽ നിന്ന് സാധുക്കളായ ആളുകൾക്ക് ധാന്യം നൽകുകയാണ്, ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുകയാണ്. ദൂരെ നിൽക്കുന്നോ ഒരു സംഘം നടന്നു വന്നപ്പോൾ ഈ വരുന്നത് പട്ടന്റെ കരത്തിലേക്ക് വലിച്ചെറിഞ്ഞ എന്റെ സ്വന്തം ചോരകളാണ്, എന്റെ സഹോദരങ്ങളാണ് എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് മനസ്സിലായി. പക്ഷെ അവർക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഇത് ഞങ്ങളുടെ സഹോദരനാണ്, പണ്ട് ഞങ്ങൾ കരത്തിലേക്ക് വലിച്ചെറിഞ്ഞ സഹോദരനാണ് എന്ന് അവർക്ക് മനസ്സിലായില്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നും പറഞ്ഞില്ല. അവർക്ക് വേണ്ട സഹായം നൽകുകയാണ്, അവർക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ അവിടെ നൽകുകയാണ്. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇവിടേക്ക് സഹായം വരുന്ന സമയത്ത് നിങ്ങളുടെ ഉമ്മയെയും നിങ്ങൾ കൊണ്ടുവരണമെന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെടുകയാണ്. പിന്നീട് ആ കുടുംബത്തോടൊപ്പം
യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കുടുംബസമേതം പിന്നീട് ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തൊരു വിട്ടുവീഴ്ചയാണ്, എന്തൊരു മാപ്പാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് നൽകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കളിക്കാനാണ് കൊണ്ടുപോയി. പിന്നീട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ ആ തീവ്രവാദികൾ, ആ ഭീകര പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾ, അവർക്ക് എന്തൊരു മാപ്പാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്തിനെയും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിപ്പുറത്താക്കിയ, അല്ലെങ്കിൽ മക്കയുടെ മണ്ണിൽ നിന്നും പുറത്താക്കിയ ആ ജനതയെ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകളിൽ കിട്ടുന്നുണ്ട്. 10,000-കണക്കിന് അനുയായികളുമായി മക്കയുടെ മണ്ണിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുമ്പോൾ തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരും പലരെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ ആ ക്രൂരന്മാരായ ആളുകളെ സ്വന്തം കൈകളിൽ കിട്ടിയ സമയത്ത് ഇന്ന് ഞങ്ങളുടെ കൂടലിൽ നിന്ന് തലതെറിക്കുന്ന ദിവസമാണെന്ന് അവർ സ്വയം പറഞ്ഞുകൊണ്ടിരുന്ന നിമിഷത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. ഇന്ന് പ്രതികാരത്തിന്റെ ദിവസമല്ല, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾക്കിടയിൽ ഈ 10,000 സാക്ഷി നിർത്തി പറയുന്നു, ഈ മനുഷ്യർക്കിടയിൽ, ഈ വിശ്വാസികൾക്കിടയിൽ നിർഭയരായി നിങ്ങൾക്ക് ഞങ്ങൾക്കിടയിൽ ജീവിക്കാം എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രതികാരം ചെയ്യാനുള്ള എല്ലാ ശേഷിയും ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ച കാണിക്കുകയാണ്, മാപ്പ് കൊടുക്കുകയാണ്. മാത്രമല്ല, ത്വായിഫിലേക്ക് ദഅവത്തിന് വേണ്ടി പോകുന്നു. അവിടുത്തെ ആളുകൾ പ്രവാചകനെ കല്ലെറിയുന്നു, പ്രവാചകന്റെ ശരീരത്തിൽ രക്തമൊലിക്കുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനതയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഖഫിനി ഖൗലി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, അല്ലദീന യതബിഉന അവർക്ക് നീ ഹിദായത്ത് നൽകണേ അല്ലാഹ്. തീർച്ചയായും അവർ അറിവില്ലാത്തവരാണ്. അവർക്ക് റബ്ബേ നീ മാപ്പ് കൊടുക്കുക, നീ അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുക, സ്വർഗ വഴി കാണിച്ചു കൊടുക്കുക, അവരിലേക്ക് അദാബിനെ ഇറക്കല്ലേ അല്ലാഹ് എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ ഞാൻ അവന് മാപ്പ് കൊടുക്കൂല, ഞാനത് പരലോകത്തേക്ക് വിട്ടു, ഇനി അവരുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്ന എത്രയോ ആളുകളുണ്ട്. നമസ്കരിക്കുന്നവരാണ്, നോമ്പ് നൽകുന്നവരാണ്, ഖുർആനിന്റെ അധ്യായങ്ങൾ പറയുന്നവരാണ്, പ്രവാചകന്മാരുടെ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണമെന്ന് ദുആ ചെയ്യുന്നവരാണ്. നമ്മൾ നിർബന്ധമായും 17 തവണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നേരായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് നമ്മൾ അല്ലാഹുവോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ്. ഏതാണ് നേരായ പാത? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച നല്ലവരായ ആളുകളുടെ മാർഗത്തിൽ. ആരെയാണ് അല്ലാഹു അനുഗ്രഹിച്ചത്? ഖുർആൻ പഠിപ്പിക്കുന്നു, ഫഉലൈക ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. 4 വിഭാഗത്തെ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ ആദ്യം അള്ളാഹു പറഞ്ഞു തരുന്നത് പ്രവാചകന്മാരാണ്. പ്രവാചകന്മാരുടെ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണമേ എന്നാണ് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഓരോ കാര്യത്തിലും നമ്മൾ അള്ളാഹുവോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്മാരുടെ നിലപാടുകൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ, ആ പ്രവാചകന്മാരുടെ ആദർശം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ, ആ പ്രവാചകന്മാർ ഒഴുകെ പിടിച്ച സംസ്കാരങ്ങളെ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനകൾ റബ്ബിന്റെ കോടതിയിൽ ഒരു പരിഗണനയും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ പ്രവാചകരുടെ ചരിത്രങ്ങൾ ഖുർആൻ വിശദീകരിക്കുമ്പോൾ അവർ അങ്ങേയറ്റത്തെ തവക്കുൽ മനോഭാവമുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഭൗതികമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇനി ശത്രുക്കൾ എന്ത് ചെയ്താലും അവരെന്തെല്ലാം ക്രൂരതകൾ കാണിച്ചാലും ബാക്കി നിർഭയരായി മുന്നോട്ട് നീങ്ങുകയും കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദഅവാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ഇസ്ലാമിന് എതിരാളികളായ ആളുകൾ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്ന പറവകൾ പോലും കരിഞ്ഞു വീടുമാറും തീഷ്ണമായ അഗ്നികുണ്ഡം സൃഷ്ടിച്ച് ഇബ്രാഹിം പ്രവാചകന്റെ കൈകാലുകൾ ബന്ധിച്ചു വലിച്ചെറിയുകയാണ്. പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പതറിയില്ല. ശത്രുക്കൾ ക്രൂരത കാണിക്കുകയാണ്, ധരിച്ചു കളയാൻ തീരുമാനിക്കുകയാണ്. അവരെല്ലാവരും സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇബ്രാഹിം പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. ഇബ്രാഹിമിന്റെ ശരീരം അതാ കരിഞ്ഞ് ദ്രവിച്ചു പോകാനിരിക്കുകയാണ്. അവർ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴും ഇബ്രാഹിം പ്രവാചകൻ മുന്നിലേക്ക് ഇറങ്ങപ്പെടും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാചകം ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ.
അവൻ മഹാനായ പ്രവാചകൻ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അതാ ഹിജ്റ പോവുകയാണ്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം അദ്ദേഹത്തിന്റെ അനുയായികളുണ്ട്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയും അനുയായികളും നാട് വിട്ടുപോകുന്നു എന്ന വിവരം പറഞ്ഞ സർവ്വാധിക സജ്ജനായവരെ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ അവർ ഇടയ്ക്ക് വെച്ച് കണ്ടുപോകുകയാണ്. മുന്നിൽ ഭീകരമായ കടലാണ്, അതിനേക്കാൾ ഭീകരമായ സൈന്യമാണ് പിന്നിലുള്ളത്. ഇനി എവിടേക്കും ഓടി രക്ഷപ്പെടാൻ കഴിയില്ല, കടലേക്ക് എടുത്തു ചാടാൻ കഴിയില്ല, പിന്നിലേക്ക് ഓടാനും കഴിയില്ല. ആ സമയത്ത് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അനുയായികൾപ്പെട്ട ചില ആളുകൾ പറയുകയാണ്, ഖുർആൻ പഠിപ്പിക്കുന്ന ചരിത്രം. പരസ്പരം കണ്ടുപിടിയ സന്ദർഭം അനുയായികൾപ്പെട്ട ചില ആളുകൾ പറയുകയാണ്, തീർച്ചയായും നാം പിടിക്കപ്പെടാൻ പോവുകയാണ്, നമ്മൾ കുടുങ്ങി, ഇനിയൊരു രക്ഷയില്ല. അവര് ആയുധങ്ങളൊക്കെ തയ്യാറായി, വലിയൊരു സൈന്യമാണ് നമ്മളെ കൊല്ലാൻ വേണ്ടി പിന്നാലെ വന്നിരിക്കുന്നത്. മുന്നിൽ കടലാണ്, എവിടേക്കും ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. ആ സമയത്ത് അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല. തീർച്ചയായും എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ സംഘത്തെയും അത്ഭുതകരമായി രക്ഷപ്പെടുത്തുകയാണ്. ആ ചെങ്കടലിൽ വെച്ചുകൊണ്ട് അല്ലാഹു രക്ഷിപ്പിക്കുകയാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ആ ഹിജ്റയിൽ സൗറ അവർ പിടിച്ചിരിക്കുകയാണ്. കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ജബൽ സൗറിന്റെ അടിയിൽ നിന്നും ആ സൗറിലേക്ക് ഒരാൾക്ക് നടന്നു കയറണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും മിനിമം നടക്കണം. അത്രയും മുകളിലാണ്, മലയുടെ മുകളിലാണ് സൗർ ഗുഹയുള്ളത്. പ്രവാചകനെ ഭഗവത് എന്ന ലക്ഷ്യത്തോടെ നൂറുകണക്കിന് മുസ്ലിമുകളായ ആളുകൾ പരക്കം പായുകയാണ്. എല്ലാ വഴികളിലും അവർ തെരയുന്നു, എല്ലാ മലകടക്കുകളിലും അവരന്വേഷിക്കുകയാണ്. അങ്ങനെ ഒരു സംഘം ആളുകൾ തെരഞ്ഞ് ഈ സൗർ ഗുഹയുടെ മുമ്പിലെത്തി. അവരെ കാൽപാദങ്ങൾ കാണുകയാണ്. പക്കത്തിരിക്കുന്ന ആളുകൾ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എതിരാളികളായ ആളുകളെ കൊല്ലാൻ വേണ്ടി ആയുധങ്ങളിൽ കൊണ്ട് നടക്കുന്ന എതിരാളികളായ ആളുകളെ കാൽപാദങ്ങൾ കാണുകയാണ്. ഒന്ന് താഴ്ന്നു നോക്കിയാൽ, ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ അവരെ കാണാൻ പോവുകയാണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുന്ന, അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മൾ പിടിക്കപ്പെടുമോ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തഹ്സൻ ഇന്നല്ലാഹ അബൂബക്കറെ വിഷമിക്കണ്ട, അബൂബക്കറെ ദുഃഖിക്കണ്ട, തീർച്ചയായും നമ്മുടെ റബ്ബുണ്ട്. എത്ര ശക്തരാണെങ്കിലും എത്ര ആളുകൾ എത്ര സൈനിക ശക്തിയുള്ളവരാണ് എത്ര സഹായം ഉണ്ടാകുന്നല്ലേ മകളിൽ വെച്ച് നടന്നത്. നിങ്ങൾ കുറച്ച് നിരായുധരായ ചെറിയ സംഘത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും പോയി എന്ന് പറയരുത്. ഇന്ന് ലോകത്ത് വലിയൊരു പ്രതിസന്ധികളും പ്രയാസങ്ങളും അത് ഈ കാലഘട്ടത്തിന്റെ മാത്രം പ്രത്യേകതയല്ല. മുമ്പ് കഴിഞ്ഞു പോയ സുഖാലയല്ല. അത്തരത്തിലുള്ള മന്ദനങ്ങളും പീഡനങ്ങളും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള അതിഭീകരമായ പോരാട്ടങ്ങളും അതിശക്തമായ മുൻകാലങ്ങൾ നടന്നുകൊണ്ട് അവരെല്ലാം അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി അവർക്ക്
വിശ്വാസികളായ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചിട്ടുള്ള ധാരാളം ഉദാഹരണങ്ങൾ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇന്ന് പറയാനും ഒരു ബോംബ് വർഷിക്കപ്പെടുന്നതിന് ഒരു മിസൈൽ പഠിക്കപ്പെടുന്നതിന് അപ്പോൾ പെട്ടുപോയി തകരാൻ പോകുകയാണെന്ന് അറ്റാവസ്ഥയിലായി പ്രതികരിക്കുകയാണ്. ധീരമായി മുന്നോട്ട് പോകാൻ കഴിയണം. ശക്തമായ വിശ്വാസത്തോടുകൂടി നിർഭയമായി മുന്നോട്ട് പോകാൻ വിശ്വാസി സമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട്. ആരാധനകൾ കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم أخبرت وإذا تليت عليهم آياته زادتهم إيمانا പ്രവാചകന്മാർ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തവരായിരുന്നു എന്ന് ചരിത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ആ തവക്കുൽ മനോഭാവത്തോടെ മുന്നോട്ട് പോയിരുന്ന ആളുകൾ തികച്ചും പ്രതികൂലമായ സാഹചര്യമായിട്ടും ഒരാൾ പോലും ഒപ്പമില്ലാതെ പോലും ഇബ്രാഹിം അലൈഹിസ്സലാമയെ അങ്ങ് രക്ഷപ്പെടുത്തിയ രംഗം, അതുപോലെ തന്നെ തങ്ങളെക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള സർവാധിക സജ്ജരായ ഒരു ഭീകരമായ സൈന്യം അത് പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും ഒരുങ്ങി പുറപ്പെട്ടു വന്നല്ലോ. ഈ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമയും അതിയായ വിരാജിതരായി നാട് വിട്ടുകൊണ്ട് ഭരണാധികാരികളുടെ കുറ്റത കാരണത്താൽ താനായി ചെയ്യുകയാണ്. അവരെ അനുഗമിച്ച സർവാധിക സജ്ജനായ ശക്തി, ആ ശക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളയുകയാണ്, ഇല്ലായ്മ ചെയ്യുകയാണ്. ഇതൊക്കെ പറഞ്ഞ ഖുർആൻ, ഈ ചരിത്രങ്ങളെല്ലാം പറഞ്ഞു തന്ന ഖുർആൻ നമ്മളോട് പറയുന്നു വഅലാ റബ്ബിഹി യതവക്കലൂൻ. പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് ധീരമായി മുന്നോട്ട് പോകാൻ വിശ്വാസി സമൂഹത്തിന് സാധിക്കണം എന്നതാണ്. ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഉദ്ധരിക്കുക വഴി, അവിടെ പ്രാർത്ഥനകൾ ഉദ്ധരിക്കുക വഴി, അവിടെ പ്രതികരണങ്ങൾ പഠിപ്പിച്ചെടുക്കുക വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാനാണ് അത്തരത്തിലുള്ള ചരിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാനും ചില നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുവാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന് വഴികാട്ടിയായി ജീവിതരേഖയായി അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കന്മാരുടെയും മുമ്പ് കഴിഞ്ഞുപോയ വിശ്വാസികളായ ആളുകളുടെയും ഒക്കെ ചരിത്രങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ചരിത്രങ്ങളും പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, മരണപ്പെട്ട സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗ്ഗലോകത്തെ സന്തോഷകരമായ വെളിയാകാനുള്ള മരിക്കാനുള്ള തൗഫീഖ് നിങ്ങൾ ഏവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കണം. റഹ്മാനേ, റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.